ആ അപ്പം ഇങ്ങനെ തുടങ്ങുകയല്ലേ. ഞാൻ വിചാരിച്ചു ഇത്തവണത്തെ ഇൻട്രോ ഇങ്ങനെ എടുക്കാമെന്ന്. ഒരു വെറൈറ്റി വേണമല്ലോ. അപ്പം ഇന്നത്തെ വീഡിയോ തമ്മിൽ കാണുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ എന്താ എന്നുള്ളത്. കാരണം എന്നെ അറിയുന്നവർക്ക് വലിയ കുഴപ്പം കാണില്ല. കാരണം അവർ അത്യാവശ്യം എന്താ പറയുക, ഡെയിലി എൻ്റെ ഡേ ടു ഡേ ലൈഫ് അറിയുന്നവരായിരിക്കാം. പക്ഷെ അറിയാത്തവർക്ക് വേണ്ടി, പക്ഷെ എന്നാലും ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും എൻ്റെ ഒരു കടമയ്ക്ക് ഞാനൊരു ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നത് മാത്രം. അപ്പം തമ്മിൽ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. അതായത് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എനിക്കറിയില്ല ഞാൻ എന്താ ഇടാൻ പോകുന്നതെന്ന്. ചിലപ്പോൾ ഹൗസ് വാമിംഗ് ആയിരിക്കാം, ചിലപ്പോൾ പാല് കാച്ചലിനായിരിക്കാം, അറിയില്ല. അപ്പോൾ ഈ വീഡിയോ അതിനെ കുറിച്ചിട്ടാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ 5 പേരും കൂടി ഒരു വീട്ടിലേക്ക് മാറി. അതായത് ഒരു റെന്റിന് മാറി. 5 പേരെന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. അതായത് ഞാൻ, അജു, അങ്കിത ചേച്ചി, സിദ്ധു, പിന്നെ ഹരി. കാരണം അങ്ങനെയായിരുന്നു പ്ലാൻ. പക്ഷേ ഹരിക്ക് അപ്പോഴേക്കും ജോലിയായിട്ട് ഓക്ലൻഡിലേക്ക് മാറേണ്ടി വന്നു. അതുകൊണ്ട് ഹരി ഇല്ല. ഇവിടെ താമസിക്കാൻ അവനൊരു അവസരം കിട്ടിയില്ല. പക്ഷെ അവൻ വരുമ്പോൾ ഇവിടെ താമസിക്കും എന്തായാലും. അപ്പം ഞങ്ങൾ 4 പേരേ ഉള്ളൂ ഇപ്പോൾ. പക്ഷെ എന്നാലും എനിക്ക് 5 പറയുന്നതിലാണ് കുറച്ചുകൂടെ ഒരു താല്പര്യം. അതുകൊണ്ടാണ് ഞാൻ 5 പറഞ്ഞത്. അപ്പം ചിലവർ മീൻസ് എന്നെ ഡെയിലി ഡേ ടു ഡേ എന്നെ കാണുന്നവർ, അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാകും, ഇപ്പോൾ ഹരിയൊന്നും കാണുന്നില്ല. കാരണം ഇതാണ്. അപ്പോൾ വലിച്ചു നീട്ടുന്നില്ല. വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളിവിടെ ഒരു വീട്ടിലേക്ക് മാറിയപ്പം പാല് കാച്ചാം എന്ന് വിചാരിച്ചു. കാരണം നമ്മളങ്ങനെയാണ് കണ്ടിട്ടും കേട്ടിട്ടും വളർന്നിട്ടുള്ളതല്ലോ. ഒരു പുതിയ വീട്ടിലേക്ക് മാറുമ്പോൾ പാല് കാച്ചുന്നു. പിന്നെ നമ്മൾ സന്തോഷത്തോടെ കൂടെയാണ് ഈ വീട്ടിലേക്ക് വന്നത്. കാരണം പുറത്തുള്ളവർക്ക് അറിയാം, മീൻസ് ഇപ്പോൾ പഠിക്കാൻ പോയവർക്ക് അറിയാം, നമ്മളിപ്പോൾ ഒരു വീട്ടിൽ താമസിക്കുമ്പം നമ്മളൊരു റൂമിലായിരിക്കും, ബാക്കി റൂംസിലെല്ലാം വേറെ വേറെ രാജ്യക്കാരായിരിക്കും. നമുക്ക് കോമൺ ആയിട്ടായിരിക്കും, ബാക്കി റൂം മാത്രമായിരിക്കും നമ്മുടെ, ബാക്കിയെല്ലാം കോമൺ. ഫ്രിഡ്ജ്, ടോയ്ലറ്റ്, ബാത്റൂം, അല്ല മീൻസ് ബെഡ്റൂം അല്ല, കിച്ചൺ, ഇതെല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിരിക്കില്ല, കോമൺ ആയിരിക്കും. അപ്പം റൂം മാത്രമായിരിക്കും. അപ്പം നമ്മുടെ എല്ലാ സാധനവും റൂമിൽ, നമ്മളൊരു വീട് പോലെയാണ് ആ റൂമിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് അസുഖം ഉണ്ടാവും. അസുഖം വന്നാലും നമ്മൾ റൂമിൽ തന്നെ ഇരിക്കും. പക്ഷെ തെറ്റൊന്നുമില്ല. കാരണം ഞങ്ങളൊക്കെ അവിടെ ഓരോ വീട്ടിൽ ഇതുപോലെ നിന്ന് താമസിച്ചപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും വലിയ കുഴപ്പമില്ലായിരുന്നു. കാരണം നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോകുന്നു അങ്ങനെ. പക്ഷെ എന്നാലും ഇപ്പോൾ ഇങ്ങോട്ടേക്ക് മാറിയപ്പോഴാണ് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുന്നത്. ഇപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. മീൻസ് ഈ വീട്ടിലേക്ക് മാറിയപ്പം സാധനങ്ങളൊക്കെ മാറ്റിയപ്പം വിചാരിച്ചു ഒരു റൂമിൽ ഇത്രയും സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്ന്. അപ്പം അതായിരുന്നു സംഭവം. പിന്നെ ഇപ്പോൾ പനിയൊക്കെ വന്നാലും നമുക്ക് നമ്മുടെ വീട്ടിലെ പോലെ അല്ലെങ്കിൽ മുറ്റത്തു കൂടെ നടക്കാം, അല്ലെങ്കിൽ ഹാളിൽ വന്നിരിക്കാം. മറ്റേന്ന് പറഞ്ഞാൽ ഹാളെന്നൊന്നും പറഞ്ഞൊരു സംഭവം പോലും നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. നമ്മളെല്ലാം റൂമിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും. അപ്പം പിന്നെ ചിലർക്ക് ലക്ക് പ്രകാരം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വീടും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ കുഴപ്പമില്ല. അല്ലെങ്കിൽ കുറച്ച് പാട് തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് ബാത്റൂമൊക്കെ യൂസ് ചെയ്യുമ്പം പല ആൾക്കാരും പല രീതിയിലല്ലത് വൃത്തിയായി സൂക്ഷിക്കണം എന്നൊന്നുമില്ല. അപ്പം നമുക്ക് ചിലപ്പോൾ അത് ഇഷ്ടാവില്ല. പിന്നെ കുക്കിംഗ് ചെയ്യുമ്പോഴും പല ടൈമിങ്ങും കാര്യങ്ങളും. അപ്പം ഞങ്ങൾ അങ്ങനെ മാറിയതാണ്. പിന്നെ മെയിനായിട്ടുള്ള സംഭവം, ഞങ്ങളൊരു പൂജാമുറി അല്ല, ഒരു സ്പേസ് കണ്ടപ്പോൾ ഞങ്ങളവിടെ പണ്ട് റൂമിൽ താമസിക്കുമ്പോൾ ഈ വിഗ്രഹങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ വയ്ക്കും, പ്രാർത്ഥിക്കും. അങ്ങനെ തോന്നും, നമ്മുടെ മനസ്സിൽ തോന്നുമ്പോൾ പ്രാർത്ഥിക്കും. അല്ലാതെ ഡെയിലിയൊന്നും അല്ല വിളക്ക് കത്തിക്കുക, അങ്ങനെയൊന്നും എൻ്റെ കയ്യിലില്ല. ഞാൻ കുറച്ചിങ്ങനെ കുഞ്ഞു വിഗ്രഹങ്ങൾ വീട്ടിൽ നിന്ന് അയക്കാൻ പറഞ്ഞു അപ്പുമായിട്ട് വരുമ്പോൾ. അപ്പം അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. കുറച്ച് ബുക്കും ലളിതാ സഹസ്രനാമം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതുപോലെ അങ്കിത ചേച്ചിയുടെ റൂമിൽ ഇതുപോലെ കുറേ ഒരു എന്താ പറയുക, ഒരു ഫ്രെയിമിൽ കുറേ ദൈവങ്ങളുടെ ഫോട്ടോയും അതുപോലെ താലം, വിളക്ക്, ചന്ദനത്തിരി വെക്കാനുള്ളത് എല്ലാം ഉണ്ടായിരുന്നു. റൂമിൽ പോകുമ്പോൾ ഞാൻ അത് നോക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ 2 പേരും ഒരുമിച്ച് വന്നപ്പം ഞങ്ങളുടെ ദൈവങ്ങളെല്ലാവരും ഒരുമിച്ചിരുത്തി. പിന്നെ മിക്കവാറും നല്ല പറ്റുമ്പം ഇവിടെ ഉണ്ടെങ്കിൽ കുളിക്കുകയോ നനയ്ക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വിളക്ക് കത്തിക്കാറുണ്ട് ആരെങ്കിലുമൊക്കെ. അപ്പം അതൊരു പോസിറ്റീവ് ആണല്ലോ. മീൻസ് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി കിട്ടുമല്ലോ. പിന്നെ അതുമല്ല, ഇവിടെ അമ്പലം ഇപ്പോൾ പുറം രാജ്യങ്ങളിൽ മീൻസ് നമുക്കറിയാലോ, ഇപ്പം കാനഡയിലൊക്കെ പിന്നെ അമ്പലങ്ങളുണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അമ്പലങ്ങളില്ല. പ്രത്യേകിച്ച് ഈ ഇൻവർക്കാർഗിൽ ഒരു അമ്പലം പോലും ഇല്ല, ഫുൾ പള്ളികളാണ്. അപ്പം നമുക്കൊരു അവസരം കിട്ടില്ല ഇങ്ങനെ അമ്പലത്തിൽ പോകാനൊന്നും. ഞാൻ അങ്ങനെ ഇരുന്നിട്ട് മടുത്തു, കൈ വേദനിക്കാൻ തുടങ്ങി. അപ്പം
അങ്ങനെ അമ്പലമൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഞാനിങ്ങനെ അമ്പലത്തിലൊക്കെ എപ്പോഴും പോകുന്ന ഒരാളായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ വിളക്കൊക്കെ കൊളുത്തും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പം ഞങ്ങൾ വിചാരിച്ചിരുന്ന പാല് കാച്ചാം. അപ്പോൾ വീട്ടിൽ തന്നെ വിളിച്ച് ഞാൻ ചോദിച്ചു, സൂനോടാണ് ചോദിച്ചെന്ന് തോന്നുന്നു, സമയം എങ്ങനെയാന്നൊക്കെ ചോദിച്ച് ഒരു സമയമൊക്കെ പറഞ്ഞു തന്നു. എന്നിട്ട് ഞങ്ങൾ ഇവിടെ നോക്കി ആ സമയത്തിനും പാല് കാച്ചിന് ഇവിടെ അടുപ്പൊന്നുമില്ലല്ലോ, പക്ഷെ ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം എങ്ങനെയാന്ന്. പിന്നെ അലഞ്ചേട്ടൻ ഉണ്ടായിരുന്നു. കാരണം അലഞ്ചേട്ടൻ ഇതെല്ലാം ഫസ്റ്റ് ടൈം അല്ല, മീൻസ് ഇങ്ങനെ വിളക്ക് കൊളുത്തുക, ചന്ദനം ഇടുക. അപ്പം അലഞ്ചേട്ടനിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അലഞ്ചേട്ടൻ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ഇടുന്നതൊക്കെ. നല്ലൊരു ട്രഡീഷണൽ രീതിയിൽ പാലൊക്കെ കാച്ചി ഞങ്ങൾ. എന്തായാലും ഒരു നല്ല തുടക്കമാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പം അതാണ് ഈ വീഡിയോ. അപ്പോൾ ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ എന്തായിരിക്കും വീഡിയോ എന്നുള്ളത്. ഒരുപാട് നീളമുള്ള വീഡിയോ ഒന്നുമല്ല, കുഞ്ഞൊരു ചെറിയ വീഡിയോ ആണ്. അപ്പം എന്നും പറയുന്ന പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണിച്ചാൽ മാത്രം ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.